അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ നഹ്വിൽ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത് മവാലിഉ ഫത്ഹി ഹംസത്തി അന്നയുടെ ഹംസക്ക് ഫത്ഹ് നൽകുന്ന സ്ഥലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അവിടെ നമ്മൾ പറഞ്ഞത് ഇദാ ഹല്ലത്ത് ഹിയ വസ്മുഹ വ ഖബറുഹ മഹല്ലൽ മസ്ദരി, അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും ഒരു മസ്ദറിൻ്റെ സ്ഥാനത്ത് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ അന്നയുടെ ഹംസക്ക് ഫത്ഹ ആയിരിക്കും നൽകുക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു മസ്ദറിൻ്റെ സ്ഥാനത്തായിരിക്കും അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും വന്നിട്ടുണ്ടാവുക. അപ്പോഴാണ് അന്ന എന്ന് വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഏതൊരു മസ്ദറിൻ്റെ സ്ഥാനത്താണോ അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും വരുന്നത്, അവിടുത്തെ ആ മസ്ദറിന് മസ്ദർ മുഅവ്വൽ എന്നാ പറയാം. നമ്മൾ മസ്ദർ സാധാരണ നമ്മൾ എടുക്കുന്ന മസ്ദറുകൾ സ്വരീഹായ മസ്ദർ, ഒരു മസ്ദറിനെ മസ്ദറായ രൂപത്തിൽ തന്നെ എവിടെയെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സ്വരീഹായ മസ്ദർ എന്ന് പറയാം. ഇപ്പോൾ ജലസ യജ്ലിസു ജുലൂസ്, എനിക്ക് ലറബ യളിബു ലർബ്. അപ്പോൾ ലർബ്, അതുപോലെ ജുലൂസ്, അതുപോലത്തെ എല്ലാ മസ്ദറുകളും അതൊക്കെ അതേ മസ്ദർ എങ്ങനെയാണോ അതേ രൂപത്തിൽ തന്നെ ഒരു വാക്യത്തിൽ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മസ്ദറുടെ സ്വരീഹായ മസ്ദർ എന്നാണ് പറയാം. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ മസ്ദർ കൊണ്ടുവന്നിട്ടില്ല. അന്നയെയും അന്നയുടെ ഇസ്മിനെയും അന്നയുടെ ഖബറിനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ആ അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറൊക്കെ ഒരു മസ്ദറിൻ്റെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഏതൊരു മസ്ദറിൻ്റെ സ്ഥാനത്താണോ അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും വന്നിട്ടുള്ളത്, ആ മസ്ദറിനെ നമ്മൾ മുഅവ്വലായ മസ്ദർ എന്ന് പറഞ്ഞു. ആ മസ്ദറിനാണ് മുഅവ്വലായ മസ്ദർ എന്ന് പറയാൻ കാരണം സ്വരീഹായ മസ്ദറിൻ്റെ ഓപ്പോസിറ്റാണ് മുഅവ്വലായ മസ്ദർ. സ്വരീഹായ മസ്ദർ എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് വന്നിട്ടുള്ള മസ്ദർ എന്നർത്ഥം. മുഅവ്വലായ മസ്ദർ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ആ മസ്ദർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? തഅ്വീൽ ചെയ്യാൻ പറ്റും. അന്നയെയും അന്നയുടെ ഇസ്മിനെയും അന്നയുടെ ഖബറിനെയും ഒരു മസ്ദറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തഅ്വീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മുഅവ്വലായ മസ്ദർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുഅവ്വലായ മസ്ദറിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞത് കൊണ്ട് തന്നെ അതിൻ്റെ മറ്റൊരു മുഅവ്വലായ മസ്ദറിനെ കുറിച്ചാണ് നമ്മൾ പുതിയ പാഠത്തിൽ പറയാൻ പോകുന്നത്. അതായത് അൽ മസ്ദറുൽ മുഅവ്വലു മിൻ അൻ വൽ ഫിഅൽ. അൻ വൽ ഫിഅൽ, അൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നാസിബായ ഒരു ഹർഫാണ്. അതായത് മുലാരിയായ ഫിഅലിന് നസ്ബ് നൽകുന്ന ഹർഫാണ് അൻ എന്നുള്ളത്. അൻ യഫ്അല, അൻ യദ്ഹബ, അൻ യദ്രിബ, അൻ യക്തുബ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നാസിബായ ഹർഫുകളെ കുറിച്ച് പഠിച്ചെടുത്ത് നമ്മൾ അൻ എന്നൊരു ഹർഫ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അൽ മസ്ദറുൽ മുഅവ്വലു മിൻ അൻ വൽ ഫിഅൽ. അന്നും ആ അന്ന് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം മുലാരിയായ ഒരു ഫീൽ വരും. അതാണ് വൽ ഫീൽ എന്ന് പറഞ്ഞാൽ. അൻ വൽ ഫീൽ, അന്നും അതിനുശേഷം വരുന്ന മുലാരിയായ ഫീലും. അവിടെയും ഒരു മുഅവ്വലായ മസ്ദർ ഉണ്ടാവും. അതായത് ഒരു മസ്ദറിന്റെ സ്ഥാനത്തായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക? അൻ വൽ ഫീൽ വന്നിട്ടുണ്ടാവുക. നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും? ആ അന്നിൻ്റെയും ഫീലിൻ്റെയും സ്ഥാനത്ത് നമുക്ക് ഒരു മസ്ദർ എന്ത് ചെയ്യാൻ പറ്റും? വെച്ച് കൊടുക്കാൻ പറ്റും. നമ്മൾ അന്നയുടെയും അന്നയുടെ ഇസ്മിൻ്റെയും അന്നയുടെ ഖബറിൻ്റെയും സ്ഥാനത്ത്, അല്ലെങ്കിൽ അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും ഒരു മസ്ദറിന്റെ സ്ഥാനത്തായിരിക്കും വരിക എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ അന്ന എന്ന് വായിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതേ രൂപത്തിൽ അൻ വൽ ഫിഅൽ, നാസിബായ അന്നും അതിനുശേഷമുള്ള ഫിഅലും മസ്ദറിന്റെ സ്ഥാനത്ത് വരുമ്പോൾ അവിടെയും എന്തുണ്ടാവും? ഒരു മുഅവ്വലായ മസ്ദർ ഉണ്ടാവും. അതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അൽ മസ്ദറുൽ മുഅവ്വലു മിൻ അൻ വൽ ഫിഅൽ, അന്നിൻ്റെയും അന്നിൽ നിന്നും അതിൻ്റെ ഫീലിൽ നിന്നും അന്നിന് ശേഷം വരുന്ന ആ ഫീലിൽ നിന്നുമുള്ള മുഅവ്വലായ മസ്ദർ. അപ്പോൾ ശരിക്കും അത് ഒരു മസ്ദറിൻ്റെ സ്ഥാനത്തായിരിക്കും. യഥാർത്ഥത്തിൽ അവിടെ മസ്ദർ ഉണ്ടാവില്ല. അവിടെ വന്നിട്ടുള്ളത് സ്വരീഹായിട്ട് വന്നിട്ടുള്ളത് അന്നും മുലാരിയായ ഫീലുമായിരിക്കും. അതിൻ്റെ മൻസൂബ് ചെയ്യപ്പെട്ട നസ്ബ് ചെയ്യപ്പെട്ട മുലാരിയായ ഫീലും അന്നുമായിരിക്കും വന്നിട്ടുണ്ടാവുക. എന്നാൽ യഥാർത്ഥത്തിൽ ആ അന്നും ഫീലും വന്നിട്ടുള്ളത് ഒരു മസ്ദറിൻ്റെ സ്ഥാനത്തായിരിക്കും. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ആ കരുതുന്ന ആ മസ്ദറിന് മുഅവ്വലായ മസ്ദർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. യസുറുനി അൻ തസ്ദുഖ, ഒന്നാമത്തെ ഉദാഹരണം. യസുറുനി, എന്നെ സന്തോഷിപ്പിക്കും, അൻ തസ്ദുഖ, നീ സത്യം പറയുക എന്നുള്ളത്. സ്വദഖ യസ്ദുഖു, സത്യം പറയുക.
അപ്പോൾ അൻ തസ്തുക നീ സത്യം, അവിടെ അന്ന് വന്നു. അന്ന് വന്നപ്പോൾ മുളാരിയ ഫീല് സ്വതക്ക യസ്ദുഖു തസ്ദുഖു. അപ്പോൾ യസ്ദുഖു എന്നതിന് എന്ത് ചെയ്യും? അന്ന് വന്നു കഴിഞ്ഞാൽ നസ്ബ് കിട്ടും. അപ്പോൾ യസ്റുനി അൻ തസ്തുക. ഇവിടെ നമ്മുടെ വിഷയം അൻ തസ്തുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ അൻ തസ്തുക എന്നുള്ളത് ഒരു മസ്ദറിൻ്റെ സ്ഥാനത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. എന്താണ് അവിടുത്തെ മസ്ദർ? നമ്മൾ അന്നയുടെ ഇസ്മിൻ്റെയും ഖബറിൻ്റെയും സ്ഥാനത്തിൽ മസ്ദർ വെച്ചെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അവിടെ നമ്മൾ അന്നയുടെ ഖബറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, മസ്ദർ എടുത്തിരുന്നത്. ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ ഏതൊരു ഫിയലാണോ പ്രയോഗിച്ചിട്ടുള്ളത് ആ ഫിയലിൻ്റെ മസ്ദറാണ് എടുക്കേണ്ടത്. ഏത് മസ്ദറിൽ നിന്നുണ്ടായ ഫിയലാണോ ആ മസ്ദറാണ് എന്ത് ചെയ്യേണ്ടത്, അവിടെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ യസ്റുനി അൻ തസ്തുക എന്നുള്ള എന്തായിരിക്കും ശരിക്ക്? യസ്റുനി സിദ്ഖുക. അതിൽ അർത്ഥത്തിൽ വ്യത്യാസം വരൂല. യസ്റുനി എന്നെ സന്തോഷിപ്പിക്കും, അൻ തസ്തുക നീ സത്യം പറയുക എന്നുള്ളത്. അതേ അർത്ഥം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അന്നിനെയും അന്നിന് ശേഷം എന്നുള്ള ഫീലിനെയും ഒരു മസ്ദർ കൊണ്ട് തവീൽ ചെയ്യുമ്പോൾ വരിക. യസ്റുനി സിദ്ഖുക, സിദ്ഖുക നീ സത്യം പറയ, നിന്റെ സത്യം എന്നെ എന്ത് ചെയ്യും, സന്തോഷിപ്പിക്കും. രണ്ടാമത്തേത് യുഫ്രിഹുക അൻ തൻജഹ, യുഫ്രിഹുക നിന്നെ സന്തോഷിപ്പിക്കും, അൻ തൻജഹ നീ വിജയിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ അൻ തൻജഹ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പോൾ അതിനെ മസ്ദറാക്കുമ്പോൾ എങ്ങനെ വരും? യുഫ്രിഹുക നജാഹുക. അൻ തൻജഹ എന്നുള്ള, തൻജഹ എന്നുള്ള നീ വിജയിക്കുക എന്നുള്ളതാണ്. ഫ്യൂലായിട്ട് വരുമ്പം നീ വിജയിക്കുക എന്നായി. അതിനെ മസ്ദറാക്കുമ്പോൾ നിന്റെ വിജയം എന്നായി. നീ എന്നുള്ളത് നിന്റെ എന്നാവും. അപ്പോൾ യുഫ്രിഹുക നിന്നെ സന്തോഷിപ്പിക്കും, നജാഹുക നിന്റെ വിജയം. മൂന്നാമത്തേത് യുഖാഫു അൻ യൻഖുസൻ നീലു, യുഖാഫു പേടിക്കപ്പെടുന്നു, അൻ യൻഖുസൻ നീലു നൈൽ നദി ചുരുങ്ങിപ്പോകും എന്ന് എന്ത് ചെയ്യുന്നു, പേടിക്കുന്നു. അൻ യൻഖുസ, അൻ യൻഖുസൻ നീലു, അൻ യൻഖുസൻ നീലു എന്നുള്ള എന്താവും? അതിനെ മസ്ദറായിട്ട് കൊണ്ടുവരുമ്പം യുഖാഫു നഖ്സുൻ നീലി, യുഖാഫു നഖ്സുൻ നീൽ. അൻ യൻഖുസ എന്നുള്ള നഖ്സ് എന്നാവും അതിൻ്റെ എന്ത് ചെയ്യുക, മസ്ദർ എടുക്കുമ്പം. പിന്നെ നീൽ എന്നതിന് എന്ത് ചെയ്യും, അതിലേക്ക് ഇളാഫത്ത് ചെയ്യും. അപ്പം എന്തായി? യുഖാഫു നഖ്സുൻ നീലി. നാലാമത്തേത് യുഹബ്ബു അൻ തൻഷത, യുഹബ്ബു ഇഷ്ടപ്പെടുന്നു, അൻ തൻഷത നീ നശാത്തുള്ള ഉന്മേഷവാനാവുക എന്നുള്ളത് ആരോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? അവിടെ അൻ തൻഷുത എന്നുള്ള എന്താ? അൻ തൻഷത എന്നുള്ളത് യുഹബ്ബു നശാത്തുക നിന്റെ നശാത്ത് നിന്റെ ഉന്മേഷം ഇഷ്ടപ്പെടുന്നുണ്ട്. അഞ്ചാമത്തേത് അൻ തഫ്അലൽ വാജിബ ഖൈറുൽ ലക, അൻ തഫ്അലൽ വാജിബ ഒരു വാജിബായ ഉത്തരവാദിത്തം നീ ചെയ്യുക എന്നുള്ളത് ഖൈറുൽ ലക നിനക്ക് നല്ലതാകുന്നു. അൻ തഫ്അലൽ വാജിബ, അൻ തഫ്അലൽ വാജിബ നീ വാജിബ് ചെയ്യുക എന്നുള്ളത് ഖൈറുൽ ലക നിനക്ക് എന്താകുന്നു, ഖൈറാകുന്നു. അപ്പോൾ അവിടെ അൻ തഫ്അല എന്നതിന് എന്ത് ചെയ്യണം, നമ്മൾ മസ്ദറാക്കണം. അപ്പോൾ എങ്ങനെ വരും? ഫിയലുക അൻ തഫ്അല എന്നുള്ളതിനെ ഫഅല യഫ്അലു ഫിഅലൻ ഫഹുവ ഫായിലുൻ. അപ്പോൾ ഫിഅലാണ് ശരിക്ക് ഫഅല യഫ്അലു എന്നതിൻ്റെ മസ്ദർ. അപ്പോൾ അൻ തഫ്അല നീ ചെയ്യാന്നാകുമ്പോൾ ഫിഅലുക നിന്റെ ചെയ്തി, ഫിഅലുകൽ വാജിബ ഖൈറുൽ ലക നീ വാജിബ് ചെയ്യാന്നുള്ളത് നിനക്ക് ഖൈറാകുന്നു. പിന്നെ അൻ തൻസഹ സ്വദീഖ അഫ്ളലു, അൻ തൻസഹ സ്വദീഖ നസഹ യൻസഹു എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപദേശം കൊടുക്കുന്നതിനാ പറയാം. അൻ തൻസഹ സ്വദീഖ നീ കൂട്ടുകാരനെ നസീഹത്ത് നൽകുക എന്നുള്ളത് അഫ്ളലു ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാകുന്നു. അപ്പോൾ അൻ തൻസഹ എന്നാണ് അവിടെ ഫീല്, അൻ വൽ ഫീല്. അതിനെന്ത് ചെയ്യാം? അതിനെ മസ്ദറാക്കുമ്പോൾ അൻ തൻസഹ നീ നസീഹത്ത് ചെയ്യുക എന്നുള്ളത് എന്താവും? നുസ്ഹുക നസഹ യൻസഹു നുസ്ഹാണ് അതിൻ്റെ മസ്ദർ. അപ്പം നുസ്ഹുക നിന്റെ ഉപദേശം, അസ്വദീഖ കൂട്ടുകാരന്, അഫ്ളലു ഏറ്റവും ശ്രേഷ്ഠമായതാകുന്നു. പിന്നെ അൽ മുറൂഅത്തു പുരുഷത്വം അല്ലെങ്കിൽ പൗരുഷം, അൻ തഹ്തരിമ നഫ്സക പൗരുഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അൻ തഹ്തരിമ നഫ്സക നീ നിന്റെ നഫ്സിനെ തന്നെ എന്ത് ചെയ്യുക, ഇഹ്തിറാം ചെയ്യുക, ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ളതാണ്. അൽ മുറൂഅത്തു അൻ തഹ്തരിമ നഫ്സക. ഇവിടെ അൻ തഹ്തരിമ എന്നുള്ളതാണ് ഫിഅൽ.
അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? മസ്ദറാക്കുമ്പോൾ എങ്ങനെ വരും? അൽ മുറൂഅത്തു അൻ തഹ്തരിമ എന്നുള്ളത് ഇഹ്തിറാമുക നഫ്സക, ഇഹ്തിറാമുക നഫ്സക. അൻ തഹ്തരിമ നഫ്സക എന്നുള്ളത് ഇഹ്തിറാമുക നഫ്സക, നീ നിന്റെ നഫ്സിനെ ഇഹ്തിറാം ചെയ്യുക, ബഹുമാനിക്കുക എന്നുള്ളത്, അതാണ് മുറുവത്ത്. പിന്നെ 8 അശ്ശുഹു അൻ തബ്ഖല ബിമാലി ഗൈരിക. അശ്ശുഹു, ശുഹ് ലുബ്ദത, ലുബ്ദത എന്ന് പറഞ്ഞാൽ അൻ തബ്ഖല ബിമാലി ഗൈരിക, അൻ തബ്ഖല നീ പിശുക്ക് കാണിക്കലാകുന്നു, ബിമാലി ഗൈരിക മറ്റുള്ളവരുടെ സമ്പത്ത് കൊണ്ട് നീ പിശുക്ക് കാണിക്കുന്നതിനാണ് ശുഹ് എന്ന് പറയുക. ഇവിടെ അൻ തബ്ഖല എന്നുള്ള ബഖല, ബഖല യബ്ഖലു ബുഖല്, അതാണ് അതിന്റെ മസ്ദർ. അപ്പോൾ അശ്ശുഹു അൻ തബ്ഖല എന്നുള്ള എന്താവും? ബുഖ്ലുക, ബുഖ്ലുക ബിമാലി ഗൈരിക മറ്റുള്ളവരുടെ മാല് കൊണ്ട് ബുഖ്ല് കാണിക്കുക, അതാണ് എന്ത്? ശുഹ് എന്ന് പറഞ്ഞാൽ. 9 ത്വലബത് തിൽമീദു അൻ യുജീബ. ത്വലബത് തിൽമീദു കുട്ടി ആവശ്യപ്പെട്ടു, അൻ യുജീബ ഇജാബത്ത് മറുപടി, മറുപടി നൽകാൻ എന്ത് ചെയ്തു? കുട്ടി ആവശ്യപ്പെട്ടു. അപ്പോൾ ത്വലബത് തിൽമീദു അൻ യുജീബ എന്നുള്ളതാവും അജാബ യുജീബു ഇജാബത്ത്. ത്വലബത് തിൽമീദു അൽ ഇജാബത എന്നാവും. അൻ യുജീബ എന്നുള്ളത് അജാബ യുജീബു എന്നതിന്റെ മസ്ദർ ഇജാബത്ത്. അപ്പോൾ ത്വലബത് തിൽമീദു അൽ ഇജാബത. പിന്നെ 10ാമത്തേത് അറാദൻ നാളിറു അൻ യഖ്തബിറനി. അറാദൻ നാളിറു, നാളിറു ഉദ്ദേശിച്ചു, അൻ യഖ്തബിറനി എന്നെ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചു, സൂപ്പർവൈസർ. അതിൻ്റെ എങ്ങനെയാവും? അൻ യഖ്തബിറനി എന്നാണ്, അൻ യഖ്തബിറനി. അപ്പോൾ അറാദൻ നാളിറു എന്നെ പരീക്ഷിക്കാൻ, ഇഖ്തിബാരി അൻ യഖ്തബിറ എന്നുള്ള എന്തായി? അൻ യഖ്തബിറ നീ എന്നെ. അപ്പോൾ ഇഖ്തിബാരി എൻ്റെ ഇഖ്തിബാറിനെ എന്ത് ചെയ്തു? നാളിർ ഉദ്ദേശിച്ചു. റഗിബ്തു ഫി അൻ യുസാഫറ. റഗിബ്തു ഫി ഞാൻ ആഗ്രഹിച്ചു, അൻ യുസാഫറ അവൻ യാത്ര ചെയ്യപ്പെടണം എന്ന്. അൻ യുസാഫറാണ്. അപ്പം അങ്ങനെ വരും? റഗിബ്തു ഫി അൻ യുസാഫറ എന്നുള്ളത് ഫി സഫരിഹി, യുസാഫറ അവൻ യാത്ര ചെയ്യപ്പെടുക, അപ്പൊ സഫരിഹി അവന്റെ യാത്ര. 12 അജിബ്തു മിൻ അൻ തതകബ്ബർ. അജിബ്തു ഞാൻ അത്ഭുതപ്പെട്ടു, മിൻ അൻ തതകബ്ബറ അജിബ മിൻ എന്ന് പറഞ്ഞാലാണ് അത്ഭുതപ്പെടുക. അൻ തതകബ്ബർ നീ കിബർ നടിക്കുക, അഹങ്കാരം നടിക്കുക എന്നതിനെ ഞാൻ എന്ത് ചെയ്തു? അതിൽ ഞാൻ അത്ഭുതസ്തബ്ധനായി. അപ്പൊ അജിബ്തു മിൻ അൻ തതകബ്ബറ എന്നുള്ളത് എന്താവും? തതകബ്ബറ, തകബ്ബറ യതകബ്ബറു, തകബ്ബുർ. മിൻ തകബ്ബുരിക നിന്റെ തകബ്ബുർ അഹങ്കാരം, അതിൽ ഞാൻ എന്ത് ചെയ്തു? അത്ഭുതപ്പെട്ടു. അപ്പൊ ഇവിടെയൊക്കെ അൻ വൽ ഫിഅല് 12 ഉദാഹരണങ്ങൾ പറഞ്ഞു. അതിൽ ആദ്യം കൊടുത്തിട്ടുള്ള 12 ഉദാഹരണങ്ങളിലും നാസിബായ മുലാരിയായ ഫിഅലിനെ നസ്ബ് ചെയ്യുന്ന അൻ വന്നിട്ടുണ്ട്. അതുപോലെ അതിനുശേഷം മൻസൂബായ മുലാരിയായ ഫീലും എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്ക് ആ അന്നും അതിനുശേഷമുള്ള മുലാരിയായ ഫീലും, അതായത് അൻ വൽ ഫിഅൽ എന്ന് പറയും, അത് ഒരു മസ്ദറിന്റെ സ്ഥാനത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇറങ്ങിയിട്ടുള്ളത്. അത് വന്നിട്ടുള്ളത് ശരിക്ക് ഒരു മസ്ദറിന്റെ സ്ഥാനത്താണ്. നമ്മൾ അന്നയെയും അന്നയുടെ ഇസ്മിനെയും അന്നയുടെ ഖബറിനെയും കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അന്നയുടെ ഹംസക്ക് ഫത്ഹ് നൽകുന്ന സ്ഥലങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും, ഇദാ ഹല്ലത്ത് ഹിയ അന്നയും വസ്മുഹ അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും വ ഖബറുഹ അന്നയുടെ ഖബറും, ഇദാ ഹല്ലത്ത് ഹിയ വസ്മുഹ വ ഖബറുഹ മഹല്ലൽ മസ്തരി. ഒരു മസ്തറിന്റെ മഹല്ലിൽ, ഒരു മസ്തറിന്റെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത് എങ്കിൽ അവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? അന്നയുടെ ഹംസക്ക് ഫത്ഹ് ചെയ്യും. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ അതൊരു മസ്തറിന്റെ സ്ഥാനത്ത് വരണം എന്ന് പറഞ്ഞത്. അപ്പൊ ഏതൊരു മസ്തറിന്റെ സ്ഥാനത്താണോ അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഫീലും വരുന്നത്, ആ മസ്തറിനാണ് എന്ത് ചെയ്യുക? മസ്ദർ മുഅവ്വൽ എന്ന് പറയാം. ഇവിടെയും അൻ വൽ ഫിഅല് ഏതൊരു മസ്തറിന്റെ സ്ഥാനത്താണോ വന്നിട്ടുള്ളത് ആ മസ്തറിനാണ് എന്ത് ചെയ്യുക? മസ്തർ അൽ മസ്തറുൽ മുഅവ്വലു മിൻ അൻ വൽ ഫീൽ എന്നാണ് അതിന് പറയാം. അൽ മസ്തറുൽ മുഅവ്വലു മിൻ അൻ വൽ ഫിഅൽ. അപ്പോൾ നമുക്ക് സ്വരീഹായ മസ്തർ എന്ന നിലക്ക് അവിടെ നിന്നാൽ നമുക്ക് എന്ത് ചെയ്യണം?
അൻ വൽ ഫീൽ ചേർത്ത് കൊടുക്കാൻ സുഖമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് യസ്റുനി സിദ്ഖുക, യസ്റുനി സിദ്ഖുക, അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? അൻ വൽ ഫീലായിട്ട് പറയുകയാണെങ്കിൽ, തവീൽ ചെയ്തിട്ട് മസ്തർ അല്ലാതെ പറയുകയാണെങ്കിൽ എങ്ങനെ വരും? യസ്റുനി സിദ്ഖുക എന്നുള്ള എന്താവും? അൻ തസ്തുക എന്നാവും. മനസ്സിലായോ? അപ്പോൾ അതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പോൾ അൽ മസ്ദറുൽ മുഅവ്വലു മിൻ അൻ വൽ ഫിയൽ, അൻ വൽ ഫിയലിൽ നിന്ന് മുഅവ്വലായ മസ്ദർ. അപ്പോൾ ഇതിലൊക്കെ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ എല്ലാത്തിൻ്റെയും ഉദാഹരണങ്ങളും രണ്ടാമത്തിൽ അതിനെ മസ്ദർ ആക്കിയിട്ടും പറഞ്ഞു. അപ്പോൾ ശരിക്ക് ആ അൻ വൽ ഫിയൽ ശരിക്ക് രണ്ടാമത് പറഞ്ഞതിൽ ആ മസ്ദർ അതിൻ്റെ അതേ അർത്ഥത്തിൽ രണ്ട് മാറ്റില്ല. ആദ്യം പറഞ്ഞതും മുഅവ്വലായിട്ട് പറഞ്ഞതും സ്വരീഹായിട്ട് പറഞ്ഞതും രണ്ട് രൂപത്തിൽ എന്ത് ചെയ്തില്ല? അർത്ഥത്തിൽ മാറ്റം വന്നിട്ടില്ല. വാക്യത്തിൻ്റെ ജുംലയുടെ ഘടനയിൽ മാറ്റം വന്നു എന്നല്ലാതെ അർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടില്ല? മാറ്റം വന്നിട്ടില്ല. അവിടെ ശരിക്ക് നമ്മൾ യസ്റുനി സിദ്ഖുക, അവിടെ സിദ്ഖുക എന്നുള്ള സ്വരീഹായ മസ്തറാണ്. യസ്റുനി സിദ്ഖുക, അവിടെ മസ്തർ സിദ്ഖ്, സ്വദഖ യസ്തുഖ എന്ന ഫീലിന്റെ യഥാർത്ഥ മസ്തറ ഉപയോഗിച്ചത്. ആ മസ്തറിനെ ശരിക്ക് സ്വരീഹായ മസ്തർ എന്ന് പറയാം. അൻ തസ്തുഖ എന്നതിലാണ് എന്ത് ചെയ്യാം? മുഅവ്വലായ മസ്തർ എന്ന് നമ്മൾ എന്ത് ചെയ്യാം? പറയാം. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഖായിദയിലേക്ക് കടക്കാം. എന്താണ് ഖായിദയിൽ പറയുന്നത്? അൻ ഹർഫുൻ മസ്ദരിയുൻ യുഅവ്വലു ഹുവ വൽ ഫിഅലു അല്ലദീ ബഅദഹു ബിമസ്ദരിൻ. അൻ എന്നുള്ളത് നാസിബായ ഫിഅലിനെ നസ്ബ് ചെയ്യുന്ന നമ്മൾ മുമ്പ് പഠിച്ച അൻ എന്ന ഹർഫുൻ മസ്ദരിയുൻ, ഒരു മസ്ദരിയായ ഹർഫാകുന്നു. മസ്ദരിയായ ഹർഫ് എന്ന് പറഞ്ഞാൽ ആ ഹർഫിനെയും അതിൻ്റെ ശേഷമുള്ള ഫീലിനെയും എന്ത് ചെയ്യാം? ഒരു മസ്ദർ കൊണ്ട് നമുക്ക് തവീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അൻ എന്നുള്ളത് ഹർഫുൻ മസ്ദരിയുൻ, ഒരു മസ്ദരിയായ ഹർഫാകുന്നു. യുഅവ്വലു ഹുവ വൽ ഫിഅലു അല്ലദീ ബഅദഹു ബിമസ്ദരിൻ. യുഅവ്വലു ഹുവ അതും വൽ ഫിഅലു അല്ലദീ ബഅദഹു അതിന് ശേഷമുള്ള അന്നിന് ശേഷമുള്ള ഫിഅലും തവീൽ ചെയ്യപ്പെടും ബിമസ്ദരിൻ, ഒരു മസ്ദർ കൊണ്ട്. അപ്പോൾ അതിനെ മസ്ദർ കൊണ്ട് തവീൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വന്നിട്ടുള്ള ശരിക്കും എന്തായിരിക്കും എന്നർത്ഥം? ഒരു മസ്ദറിന്റെ സ്ഥാനത്തായിരിക്കും എന്നർത്ഥം. ആ മുഅവ്വലായ മസ്ദർ എന്ത് ചെയ്യും? അന്നയും അന്ന ഫീലിനെ കുറിച്ച് പറയുന്ന അർത്ഥം. അടുത്ത ഖായിദ ഖദ് യകൂനുൽ മസ്ദറുൽ മുഅവ്വലു മിൻ അൻ വൽ ഫീൽ. ഇനി ആ മസ്ദർ മുഅവ്വല്, അതായത് അൻ വൽ ഫീലിൽ നിന്നുള്ള മസ്ദർ മുഅവ്വല് എന്തെല്ലാം ആയിട്ട് വരാൻ പറ്റും? നമ്മൾ അവിടെ പറഞ്ഞിരുന്നു, അന്നയുടെയും അന്നയുടെ ഇസ്മിന്റെയും ഖബറിന്റെയും സ്ഥാനത്ത് വരുന്ന മസ്ദർ മുഅവ്വലായ മസ്ദർ എന്തായിട്ട് വരാം? ഫായിലായിട്ട് മഫ്ഊലായിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞല്ലോ. അതേ രൂപത്തിൽ അൻ വൽ ഫീലിൽ നിന്നുള്ള മുഅവ്വലായ മസ്ദർ എന്തൊക്കെ ആയിട്ട് വരാൻ പറ്റും? ഖദ് യകൂനുൽ മസ്ദറുൽ മുഅവ്വലു, ഖദ് യകൂനു ചിലപ്പോൾ ആവും. ഖദ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ, മുളാരിയായ ഫീലിന്റെ കൂടെ ഖദ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന അർത്ഥമാണ് കിട്ടുക. മാദിയായ ഫീലിന്റെ കൂടെ ആണെങ്കിൽ തീർച്ചയായും എന്ന അർത്ഥം കിട്ടുക. അപ്പോൾ ഖദ് യകൂനുൽ മസ്ദറുൽ മുഅവ്വലു മിൻ അൻ വൽ ഫിഅൽ, അന്നിൽ നിന്നും ഫീലിൽ നിന്നും ഉണ്ടായിട്ടുള്ള മുഅവ്വലായ മസ്ദർ ചിലപ്പോൾ ആകും. എന്താകും? ഫായിലൻ, ഫായിലായിട്ട് വരും. അപ്പോൾ അതിനുള്ള ഉദാഹരണമാണ് യസ്റുനി അൻ തസ്തുഖ. യസ്റുനി എന്നെ സന്തോഷിപ്പിക്കും. യസ്റു എന്ന് പറഞ്ഞ ഫീലാണ്, ഫായിൽ വന്നിട്ടില്ല. നീ എന്നത് മഫ്ഊലാണ്. എന്നെ സന്തോഷിപ്പിക്കും. എന്താണ് എന്നെ സന്തോഷിപ്പിക്കുക? ആ എന്ത് എന്നുള്ളതാണ് ഫായിൽ. അതെന്താണ്? അൻ തസ്തുഖ, നീ സത്യം പറയാന്നുള്ളതാണ്. അപ്പൊ അൻ തസ്തുഖ എന്ന ആ മുഅവ്വലായ മസ്ദർ എന്ത് ചെയ്തു? ഫായിലിന്റെ സ്ഥാനത്ത് വന്നു. അതുപോലെ രണ്ടാമത്തെ ഉദാഹരണത്തിൽ തന്നെയാണ് യുഫരിഹുക അൻ തൻജഹ. യുഫരിഹുക നിന്നെ സന്തോഷിപ്പിക്കും. ഫറഹ അഫ്രഹ യുഫരിഹു അല്ലെ? യുഫരിഹു എന്താണ്? യുഫരിഹുക നിന്നെ സന്തോഷിപ്പിക്കും. ഫീലും വന്നു മഫ്ഊലും വന്നു. എന്താണ് നിന്നെ സന്തോഷിപ്പിക്കുന്നത്? അൻ തൻജഹ, അത് ഫായിലാണ്. യുഫരിഹുക നജാഹുക. നജാഹുക എന്ന് പറയുമ്പോൾ ശരിക്കും വ്യക്തമായിട്ട് ഫായിലായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ അൻ തൻജഹ എന്നുള്ള മുഅവ്വലായ മസ്ദർ ഫായിലിന്റെ സ്ഥാനത്താകുന്നു. അപ്പൊ അങ്ങനെ ഫായിലായിട്ട് വരും. ഔ നായിബ് ഫായിലിൻ, നായിബ് ഫായിലായിട്ട് വരും. നായിബ് ഫായിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫിഅല് മജ്ഹൂലാണെങ്കിൽ അതിന് ഫായിൽ ഉണ്ടാവില്ല, പിന്നെന്തായിരിക്കും? നായിബ് ഫായിൽ ഉണ്ടാവുക. ഇപ്പൊ ലറബ്തു സൈദൻ, ഞാൻ സൈദിനെ അടിച്ചു. അവിടെ ഫീലുണ്ട് ലറബ, ഫായിലുണ്ട് തു, ഞാൻ ആരടിച്ചു? മഫ്ഊലുണ്ട് സൈദൻ. ഫീലും ഫായിലും മഫ്ഊലും ഉണ്ടല്ലോ. എന്നാൽ അവിടെ ഫായിലിനെ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ
പിന്നെ എന്താ ഉണ്ടാവുക? മഫ്ഊല ഉണ്ടാവുക. മഫ്ഊൽ എന്ത് ചെയ്യും? ഫായിലിന്റെ സ്ഥാനത്ത് വരും. അതാണ് നായിബ് ഫായിൽ എന്ന് പറയുന്നത്. അപ്പം ഫായിലിന്റെ ഇറാബ് എന്താ? റഫാണല്ലോ. ആ റഫ് എന്ത് ചെയ്യും? ആ മഫ്ഊല ഇതിന് കൊടുക്കും, എന്നിട്ട് ഫായിലിന്റെ സ്ഥാനത്ത് വരും. അപ്പം നായിബ് ഫായിൽ എന്നാണ് പറയാം. അപ്പോൾ ലുരിബ സെയ്ദുൻ, ദറബ്തു സെയ്ദൻ എന്നുള്ള എന്തായി? ലുരിബ സെയ്ദുൻ എന്നായി. ഞാൻ സെയ്ദിനെ അടിച്ചു എന്നുള്ളത് അടിച്ച ആൾ ആരാന്ന് അറിയില്ല. അപ്പൊ ലുരിബ സെയ്ദുൻ, സെയ്ദ് അടിക്കപ്പെട്ടു എന്നാണ് പറയാം. അപ്പൊ എന്തായി? നായിബ് ഫായിൽ. അപ്പൊ നായിബ് ഫായിലായിട്ടും എന്ത് വരും? അൽ മസ്ദറുൽ മുഅവ്വലു മിൻ അൻ വൽ ഫീൽ വരും. അപ്പൊ അതിന് ഉദാഹരണമാണ് യുഖാഫു അൻ യൻഖുസൻ നീലു. യുഖാഫു, ഖാഫ യഖാഫു എന്നതിന്റെ മജ്ഹൂലാണ് യുഖാഫു. യുഖാഫു മജ്ഹൂൽ. മജ്ഹൂൽ വന്നാൽ പിന്നെ എന്താ വേണ്ടത്? ഫായിൽ ഉണ്ടാവില്ലല്ലോ, പിന്നെ നായിബ് ഫായിൽ ഉണ്ടാവുക. അപ്പൊ അൻ യൻഖുസ നഖ്സുൻ നീലി, നഖ്സുൻ നീലി എന്നുള്ള അൻ യൻഖുസ എന്നുള്ള എന്ത് ചെയ്തു? നായിബ് ഫായിലായിട്ട് വന്നതിന് ഉദാഹരണമാണ്. അതുപോലെ യുഹബ്ബു അൻ തൻഷത, യുഹബ്ബു യഹുബ്ബു, ഹബ്ബ യഹുബ്ബു അതാണ് ശരിക്കും മാറൂഫ്. മജ്ഹൂൽ എന്താ? യുഹ്ബ യുഹബ്ബു, യുഹബ്ബു എന്നാണ്. ഹുബ്ബ യുഹബ്ബു എന്നുള്ളതാണ് മജ്ഹൂൽ. അപ്പൊ അത് മജ്ഹൂലായിട്ട് വന്നപ്പോൾ അതിന്റെ നായിബ് ഫായിലായിട്ടാണ് അത് വന്നിട്ടുള്ളത്. അൻ തൻഷത, നീ ഉന്മേഷവാനാവുക എന്നുള്ളത് നായിബ് ഫായിലാണ്. അപ്പൊ യുഹബ്ബു നശാതുക എന്നായി. പിന്നെ ഔ മുബ്തദഅൻ അൻ വൽ ഫിഅൽ, അൽ മസ്ദറുൽ മുഅവ്വലു മിൻ അൻ വൽ ഫിഅൽ മുബ്തദ ആയിട്ടും വരും. അതിന് ഉദാഹരണം അൻ തഫ്അലൽ വാജിബ ഖൈറുൽ ലക, അൻ തഫ്അല നീ ചെയ്യൽ. അവിടെ ശരിക്കും എന്താണ്? ഫിഅലുക മസ്റായിട്ട് കൊണ്ടുവരുമ്പോൾ ഫിഅലുക എന്നാണല്ലോ. ഫിഅലുക നിന്റെ ചെയ്യൽ. അൻ തഫ്അല, അപ്പൊ എന്ത് ചെയ്തു? നീ ചെയ്യൽ. ഫിഅലുകൽ വാജിബ, വാജിബ് നീ ചെയ്യൽ ഖൈറുൽ ലക നിനക്ക് ഖൈറാകും. അപ്പൊ അൻ തഫ്അല അല്ലെങ്കിൽ ഫിഅലുകൽ വാജിബ എന്നുള്ള മുബ്തദ, ഖൈറുൽ ലക എന്നുള്ളതാണ് എന്ത്? ഖബർ. അപ്പൊ എന്ത് ചെയ്തു? അൻ തഫ്അല എന്നുള്ള മുഅവ്വല മിൻ അൻ വൽ ഫിഅൽ എന്ത് ചെയ്തു? മുബ്തദായിട്ട് വന്നു. അതുപോലെ അൻ തൻസഹ സ്വദീക കൂട്ടുകാരനെ നീ ഉപദേശിക്കുക എന്നുള്ളത് അവ നുസ്ഹുക സ്വദീക അത് ശരിക്കും എന്താണ്? മുബ്തദായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഔ ഖബറൻ, ഖബറുമായിട്ട് വരും അൻ വൽ ഫിഅൽ. അൽ മസ്ദറുൽ മുഅവ്വലു മിൻ അൽ വൽ ഫിഅൽ ഖബറുമായിട്ട് വരും. അതിന് ഉദാഹരണമാണ് അൽ മുറൂഅത്തു, അൽ മുറൂഅത്തു മുറൂഅത്ത് ആകുന്നത്. മുറൂഅത്ത് പറഞ്ഞാൽ എന്താ? അൽ മുറൂഅത്തു മനുഷ്യത്വം അല്ലെങ്കിൽ പൗരുഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇവിടെ മുബ്തദായിട്ട് വന്നു. ഇനി എന്താ വേണ്ടത്? ഖബറാണ് വേണ്ടത്. അപ്പൊ അൽ മുറൂഅത്തു, മുറൂഅത്ത് അൻ തഹ്തരിമ നഫ്സക നീ നിന്റെ നഫ്സിനെ ബഹുമാനിക്കലാവുന്നു. ഇഹ്തിറാമുക നഫ്സക, അപ്പൊ എന്ത് ചെയ്തു? അൻ തഹ്തരിമ അൻ വൽ ഫീൽ എന്ത് ചെയ്തു? ഖബറായിട്ട് വന്നു. പിന്നെ ഔ മഫ്ഊലൻ ബിഹി, മഫ്ഊൽ ബിഹി ആയിട്ട് വരും ചിലപ്പോൾ. അതിന് ഉദാഹരണം ഏതാണ്? അറാദൻ നാദിറു അല്ലെങ്കിൽ ത്വലബത് തിൽമീദു കുട്ടി ആവശ്യപ്പെട്ടു. അൻ യുജീബ ഇജാബത്ത് നൽകപ്പെടാൻ. അപ്പോൾ മസ്റായിട്ട് പറയുമ്പോൾ ത്വലബത് തിൽമീദു അൽ ഇജാബത്ത. അപ്പൊ അൻ യുജീബ എന്നുള്ള എന്തായി? അൽ ഇജാബത്ത. രണ്ടും എന്താണ്? മഫ്ഊല്, മഫ്ഊലിന്റെ സ്ഥാനത്താണ് വന്നത്. അപ്പൊ മഫ്ഊലായിട്ടും എന്ത് ചെയ്യും? അൽ മസ്ദറുൽ മുഅവ്വലു മിൻ അൽ വൽ ഫീൽ വരും. പിന്നെ ഔ മജ്റൂറൻ ബി ഹർഫി ജർറിൻ അല്ലെങ്കിൽ ജറിന്റെ ഹർഫ് കൊണ്ട് മജ്റൂറായിട്ടും എന്ത് ചെയ്യും? അൻ വൽ ഫീൽ മസ്ദർ മുഅവ്വൽ, അൻ വൽ ഫീൽ എന്നുള്ള മസ്ദർ മുഅവ്വൽ വരും. അജിബ്തു മിൻ അൻ തതകബ്ബറ, അജിബ്തു ഞാൻ അത്ഭുതപ്പെട്ടു. മിൻ അൻ തതകബ്ബറ, അവിടെ അൻ തതകബ്ബറ എന്നുള്ള ജറിന്റെ ഹർഫിന് ശേഷം മിൻ എന്നതിന് ശേഷം വന്നത്, അതായത് മിൻ തകബ്ബുരിക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഈ വിഷയങ്ങളിലൊക്കെ എന്ത് ചെയ്യും? അൻ വൽ ഫീൽ വരും. അൻ വൽ ഫീൽ അൽ മസ്ദറുൽ മുഅവ്വലു മിൻ അൻ വൽ ഫീൽ, അൻ വൽ ഫീലിൽ നിന്ന് മുഅവ്വലായ മസ്ദർ അത് ഫായിലായിട്ട് വരും, നായിബ് ഫായിലായിട്ട് വരും, മുബ്തദ ആയിട്ട് വരും, ഖബറായിട്ട് വരും, മഫ്ഊൽ ബിഹി ആയിട്ട് വരും, മജ്റൂറും ബി ഹർഫ് ജർ ജറിന്റെ ഹർഫ് കൊണ്ട് മജ്റൂറായിട്ട്. ഇങ്ങനെ ഈ 6 രൂപത്തിൽ എന്ത് ചെയ്യും? അൽ മസ്ദറുൽ മുഅവ്വലു മിൻ അൻ വൽ ഫീൽ വരും. അത് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് അൽ മസ്ദറുൽ മുഅവ്വലു മിൻ അൻ വൽ ഫീൽ, അൻ എന്ന നാസിബായ ഹർഫിന്റെയും ഫീലിന്റെയും സ്ഥാനത്ത് അതിൽ നിന്നുള്ള മുഅവ്വലായ മസ്ദറിനെ കുറിച്ചാണ്. കഴിഞ്ഞ പാഠത്തിൽ മുഅവ്വലായ മസ്ദർ പഠിച്ചു. അപ്പൊ അതിന്റെ ബാക്കി എന്ന നിലക്കാണ് എന്ത് ചെയ്യണത്? അപ്പോൾ അന്നയുടെ ഇസ്മ ഖബറിൽ നിന്ന് മാത്രമല്ല മുഅവ്വലായ മസ്ദർ ഉണ്ടാവുക, അൻ വൽ ഫീലിൽ നിന്നുണ്ടാവും മുഅവ്വലായ മസ്ദർ ഉണ്ടാകും. അപ്പോൾ അത്രയുമാണ് ഇന്നത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.